ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് നോമ്പ് എന്ന് പറയുന്നത്. പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതായ അവസരത്തിൽ നോമ്പിനെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അനുഗ്രഹകരമായിരിക്കുമെന്ന് തോന്നുന്നു. നോമ്പിലെ സുധാറ പ്രാർത്ഥനയിൽ അപ്രേമിൻ്റെ മിമ്ര ചൊല്ലുന്നതായ അവസരത്തിൽ ഇപ്രകാരം നാം ചൊല്ലുന്നുണ്ട്: 40 നാൾ ഉപവസിക്കുക, വിശക്കുന്നവന് അപ്പം കൊടുക്കുക, ഈശോയെ സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട 3 സംഗതികളെക്കുറിച്ചാണ് പറയുന്നത്: ഉപവാസം, ദാനധർമ്മം, പ്രാർത്ഥന. ഒരുമിച്ച് പോകേണ്ടതായ 3 സുഹൃതങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനോഹരമായൊരു വേദഭാഗമുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം ആരംഭിക്കുന്നത് ദാനധർമ്മത്തെക്കുറിച്ചും നീണ്ടു പ്രതിപാദിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചും ഉപസംഹരിക്കുന്നത് ഉപവാസത്തെക്കുറിച്ചുമാണ്. ചുരുക്കത്തിൽ പ്രാർത്ഥന എന്ന മല്ലൻ്റെ 2 സഹായികളാണ് ഉപവാസവും ദാനധർമ്മവും. പ്രാർത്ഥനയൊരു മരമാണെങ്കിൽ ആ മരത്തിൻ്റെ വേരാണ് ഉപവാസം, അതിൻ്റെ ഫലമാണ് ദാനധർമ്മം. വേരില്ലാത്ത മരം താഴെ വീഴുന്നത് പോലെ ഉപവാസമില്ലാത്ത പ്രാർത്ഥന പ്രയോജനരഹിതമായിരിക്കും. വൃക്ഷം ഫലം കൊടുക്കുന്നില്ല എങ്കിൽ അതിനെ വെട്ടി തീയിലിടുന്നത് പോലെ പ്രാർത്ഥന ദാനധർമ്മം നടത്തുന്നില്ല എങ്കിൽ പ്രയോജനരഹിതമായൊരു അനുഭവമായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഒന്നുചേരുമ്പോൾ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കയറുവാൻ സഹായിക്കുന്ന 2 ചിറകുകളാണ് ഉപവാസവും ദാനധർമ്മവും. ഇത് 3 ഒന്നായി ചേരുമ്പോഴാണ് 3 സുഹൃതങ്ങളായി തീരുന്നത്. ഈ 3 സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്. നോമ്പ് നോക്കുന്നതായ അവസരത്തിൽ പ്രത്യേകമായൊരു ഡിഗ്രി ആവശ്യമാണ് എന്ന് പറയും. തിയോളജി പഠിക്കുമ്പോൾ ലഭിക്കുന്നതായ ഡിഗ്രിയാണ് MTH മാസ്റ്റർ ഓഫ് തിയോളജി ആണെങ്കിൽ ഇവിടെ മൗത്ത്, ടങ്, ഹാർട്ട് എന്ന് പറയുന്ന 3 കാര്യങ്ങളെ കൊണ്ടാണ് ഈ ഡിഗ്രി പൂർത്തീകരിക്കുന്നത്. ചുരുക്കത്തിൽ വാ കൊണ്ടും നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ഉപവസിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഭക്ഷിക്കുമ്പോൾ വെജിറ്റേറിയൻ കഴിക്കുക, സംസാരിക്കുമ്പോൾ വെജിറ്റേറിയൻ പറയുക, പ്രവർത്തിക്കുമ്പോൾ വെജിറ്റേറിയൻ പ്രവർത്തിക്കുക. ഏതാണ്ട് വെജിറ്റേറിയൻ മയമായൊരു അനുഭവമായിരിക്കും നോമ്പിൻ്റേതായ അനുഭവം. ഇഫ് യു ഈറ്റ് ഓൺലി വെജിറ്റേറിയൻ, ഇഫ് യു ടോക്ക് ഓൺലി വെജിറ്റേറിയൻ, ഇഫ് യു ഡു ഓൺലി വെജിറ്റേറിയൻ. അങ്ങനെ നോമ്പ് വെജിറ്റേറിയൻ്റെതായ അനുഭവം വാക്കിലായാലും ഭക്ഷണത്തിലായാലും പ്രവൃത്തിയിലായാലും പൂർത്തീകരിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. ഇങ്ങനെയുള്ളതായ നോമ്പിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നത്: നോമ്പ് മനുഷ്യനെ മാലാഖമാരാക്കുന്നു. ആരാണ് മാലാഖ? ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കുവാൻ ഓടിയെത്തുന്നവനാണ് മാലാഖ. ഒരുവൻ തൻ്റെ യാത്രയിൽ വണ്ടി കേടായൊരു ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചാണ് അത് കേടായത്. ഇറങ്ങി നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല എന്താണ് അതിൻ്റെ തകരാറെന്ന്. അവിടെ ഗ്യാസ് സ്റ്റേഷനിൽ കയറിയപ്പോഴാണ് ഒരു കാറ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങുന്നു. അവിടെ മുഖത്ത് വിഷാദം നിഴലിച്ച് നിൽക്കുകയാണ്. അടുത്തിയൊന്നിച്ച് എന്ത് സംഭവിച്ചു? ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടും മാതാപിതാക്കളുടെ അടുക്കിലേക്ക് മക്കളെയും കൊണ്ട് യാത്ര ചെയ്യുന്ന നിരാശയിലാണ്ട് ഒരു സ്ത്രീയാണ്. തുടർന്ന് ഗ്യാസ് അടിക്കുവാനുള്ള കാശില്ല, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ നിവൃത്തിയില്ല. ഈ അവസരത്തിൽ ആ മനുഷ്യൻ ആ സ്ത്രീക്ക് വേണ്ടതായ പണം കൊടുത്തുകൊണ്ട് ഗ്യാസ് അടിച്ച് ഭക്ഷണം മേടിച്ചു കൊടുത്തു. സ്വീകരിച്ചതിന് ശേഷം അവൾ പറയുകയാണ്: നിങ്ങളൊരു മാലാഖയാണോ? അദ്ദേഹത്തിൻ്റെ മറുപടി: ഞാൻ മാലാഖയല്ല, മാലാഖമാർക്ക് ജോലി തിരക്കായതുകൊണ്ട് അവരെ സഹായിക്കാൻ വന്നതായ ഒരു സ്റ്റെപ്പിന് മാത്രമാണ്. അവൾ സന്തോഷത്തോടെ യാത്ര തുടങ്ങി.
ഈ മനുഷ്യൻ മടങ്ങി തൻ്റെ കാറിൻ്റെ അടുക്കിലേക്ക് എന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഒരു പ്രയാസം കൂടാതെ കാർ സ്റ്റാർട്ടാക്കി ഉണ്ടായി. ഒരു മാലാഖയായി നാം തീരുമ്പോൾ നമ്മെ സഹായിക്കുവാൻ അനവധിയായിട്ടുള്ള മാലാഖമാർ കടന്നു വരും. നോമ്പ് മനുഷ്യനെ മാലാഖമാരാക്കുന്നു. നോമ്പിൽ പലപ്പോഴും നമ്മൾ സംസാരത്തിലൂടെ മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കാറുണ്ട്, സാധാരണ ജീവിതത്തിലുള്ളതുപോലെ തന്നെ. എന്നാൽ ഒരു മരുഭൂമിയിലെ പിതാക്കന്മാരുടെ അനുഭവം പറയുന്നത് ഇപ്രകാരമാണ്. ഒരു ഗുരുവും ശിഷ്യനും കൂടെ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുന്നു. ആശ്രമത്തോടടുത്തപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാൻ വളരെ വേഗത്തിൽ ചെന്ന് ആശ്രമത്തിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കാം. ഗുരു അവനെ അനുവദിച്ചു. പോകുന്നതായ അവസരത്തിൽ അവൻ തൻ്റെ ശത്രുവിനെ കണ്ടു. നോക്കിയപ്പോൾ ഗുരു അകലെയാണ്. ശത്രുവിനെ ചീത്ത വിളിച്ചുകൊണ്ട് അവനെ ശപിക്കുകയാണ്. ദേഷ്യം വന്നതായ ശത്രു കയ്യിലിരുന്ന വടി കൊണ്ട് അവൻ്റെ തലയിലടിച്ചു. അവൻ ബോധം കെട്ട് താഴെ വീണു. വീഴുന്നത് കണ്ടുകൊണ്ട് ശത്രു വളരെ വേഗത്തിൽ ഓടുകയാണ്. ഓടിച്ചെല്ലുന്നത് ഈ ഗുരുവിൻ്റെ മുമ്പിലാണ്. ഗുരു അവനെ കണ്ടപ്പോൾ ചോദിച്ചു, സഹോദര, എന്തുണ്ട് വിശേഷം? ഒരൊറ്റ വിളി ആ മനുഷ്യനെ അവിടെ പിടിച്ചു നിർത്തി. അവൻ ഗുരുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് അപേക്ഷിച്ചു, ഗുരുവേ, എന്നെ അങ്ങയുടെ ശിഷ്യനാക്കണം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഒരുവൻ പോലും എന്നെ സഹോദര എന്ന് വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടുള്ളതായ വിളി കേട്ടപ്പോൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ തലകുനിക്കുന്നു എന്ന് പറഞ്ഞു. ഗുരു അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് മടങ്ങുകയാണ്. വഴിയിലാണ് ആദ്യം പോയതായ ശിഷ്യൻ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടത്. രണ്ടുപേരും കൂടെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ബോധം വന്നതായ അവസരത്തിൽ ഗുരു പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഒരു നല്ല മനുഷ്യന്റെ ചീത്ത വാക്ക് ചീത്ത മനുഷ്യനെ കൂടുതൽ ചീത്തയാക്കി. ഒരു നല്ല മനുഷ്യന്റെ നല്ല വാക്ക് ചീത്ത മനുഷ്യനെ നല്ലതാക്കി. നമ്മുടെ നോമ്പ് ചീത്ത മനുഷ്യരെ നല്ലവരാക്കുന്ന നല്ല വാക്കിൻ്റെ ഉടമകളായി നമ്മെ ആക്കി തീർക്കട്ടെ. നമ്മുടെ വാക്ക് മറ്റുള്ളവരെ ദൈവത്തിനു വേണ്ടി നേടുന്നതായ അവസരമാക്കി തീർക്കട്ടെ.